മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. തമ്മിലടി നടക്കുകയാണ്. ഇന്നോ നാളെയോ അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതിനു മുമ്പ് കേരളത്തിൽ തമ്മിലടി രൂക്ഷമാകുകയും ഇപ്പോൾ തന്നെ ക്രമസമാധാന പ്രശ്നമായി മാറിയിട്ടുണ്ട്. അത് ഇനിയും രൂക്ഷമാകുമോ എന്ന ആശങ്കയിലാണ് കേരളത്തിലെ ജനങ്ങളുള്ളത്. മുഖ്യമന്ത്രി ആരാണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പ്രശ്നം തീർന്നില്ല. അതിനപ്പുറത്തേക്ക് കടക്കുകയാണ് മന്ത്രിമാരാരൊക്കെയാകണം കോൺഗ്രസിൽ നിന്ന് എന്ന്. അത് വലിയ അടിയായി മാറും. സാമുദായിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം. വകുപ്പ് വിഭജനം അതിനേക്കാളും വലിയ തലവേദനയായി മാറും കോൺഗ്രസിന് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല, പിന്നല്ലേ മന്ത്രിമാർ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കോൺഗ്രസിലെ അടി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ മുസ്ലിം ലീഗിൽ അടി തുടങ്ങി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. 5 മന്ത്രിമാരാണ് കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നത്. ഇത്തവണ 5 മന്ത്രിമാർ എന്ന ആവശ്യത്തിൽ മുറുകെ പിടിക്കുന്നില്ല ലീഗ് എന്നാണ് കേൾക്കുന്നത്. 5ാം മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണ്, പക്ഷേ അങ്ങോട്ട് ആവശ്യപ്പെടില്ല, ഇങ്ങോട്ട് പറയണം. ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കാൻ തയ്യാറാണ്, പക്ഷെ അങ്ങോട്ട് ആവശ്യപ്പെടില്ല, ഇങ്ങോട്ട് പറയണം. ഇതാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അവസ്ഥ. മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അങ്ങോട്ട് ആവശ്യപ്പെട്ടാൽ അത് വലിയ വാർത്തയാകുകയും കോൺഗ്രസിൽ സർക്കാരിൽ മുസ്ലിം ജനവിഭാഗം വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തുന്നു, മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഇടപെടുന്നു തുടങ്ങിയ വാർത്തകളൊക്കെ വരാനിടയുണ്ട്. അത് കോൺഗ്രസിനും കേരളത്തിന്റെ മതേതര ഫാബ്രിക്കിനും വലിയ ദോഷം ചെയ്യും എന്നതുകൊണ്ടാണ് അങ്ങോട്ട് ആവശ്യപ്പെടില്ല, ഇങ്ങോട്ട് തന്നാൽ വാങ്ങിക്കും എന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് മുസ്ലിം ലീഗ്. അത് ഒരു വശം കോൺഗ്രസുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷേ മന്ത്രിമാർ ആരൊക്കെയാകണം എന്നത് മുസ്ലിം ലീഗ് തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ ഏതാണ്ട് ഒരു ധാരണയിൽ മുസ്ലിം ലീഗ് എത്തിയിട്ടുണ്ട്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, പി.കെ. ബഷീർ, കെ.എം. ഷാജി, എൻ. ഷംസുദ്ദീൻ, ഈ 4 പേരാണ് മന്ത്രിമാരാകുക. ഒരു മന്ത്രിസ്ഥാനവും കൂടി കിട്ടിയാൽ അത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തിൽ നിന്നുള്ള എ.കെ.എം. അഷ്റഫ് ആയിരിക്കും എന്നും ലീഗ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ വകുപ്പുകളോ? വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കരുത് എന്ന് BJP പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് കൈകാര്യം ചെയ്യണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. കാരണം BJPയുടെ നിലപാടുകളും നയങ്ങളും കോൺഗ്രസ് മാത്രമായിരിക്കും നടപ്പാക്കുക. അതുകൊണ്ട് കോൺഗ്രസിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകണം, ഇതാണ് BJPയുടെ ആവശ്യം. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് കെ.എം. ഷാജി. അദ്ദേഹം അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വകുപ്പുകളാണ് മുസ്ലിം ലീഗ് സാധാരണ ലഭിക്കാറുള്ളത്? IT, വ്യവസായം, PWD, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം. മന്ത്രിമാരെ വേണമെങ്കിൽ അധികം തരാം, വകുപ്പ് തരാൻ കഴിയില്ല എന്നാണ് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എടുത്ത നിലപാട്. അങ്ങനെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2ആക്കിയാണ് 5ാം മന്ത്രിയെ ഉൾപ്പെടുത്തിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. ഇത്തവണ PWD വകുപ്പിന് വേണ്ടിയിട്ടാണ് നിയുക്ത മന്ത്രിമാർ തമ്മിൽ അടി തുടങ്ങിയിരിക്കുന്നത് എന്ന വാർത്തയാണ് വരുന്നത്. ഒരു സംശയവും വേണ്ട, PWD വകുപ്പ് എനിക്ക് തന്നെ കിട്ടണം എന്നാണ് കെ.എം. ഷാജി പറഞ്ഞിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരുന്നു. വിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടിയുള്ള തമ്മിലടി നടക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് 2 വകുപ്പാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും. അത് ഒന്നാക്കും എന്ന് കെ.എം. ഷാജി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നയപരമായ തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ കെ.എം. ഷാജിയാണ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2ആക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു മന്ത്രിയെ കൂടി ഉൾപ്പെടുത്താൻ കഴിയും. ഉപമുഖ്യമന്ത്രിയായി കുഞ്ഞാലിക്കുട്ടി വന്നാലും വകുപ്പുകളിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. അദ്ദേഹത്തിന് IT-യും വ്യവസായവും അദ്ദേഹത്തിന് നൽകും. അദ്ദേഹം എത്രയോ കാലമായി കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ്. അതുകൊണ്ട് അത് വിട്ട് കുഞ്ഞാലിക്കുട്ടി കളിക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച ചർച്ചകളിൽ ഒരു ഫോർമുല ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ്. VD സതീശന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാം എന്ന ഫോർമുല മുന്നോട്ട് വച്ചാൽ കേരളത്തിൽ 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും. ഒന്ന് VD സതീശനും മറ്റൊന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും. അതിലേക്കൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട്. എന്തായാലും അടി ഇവിടെയൊന്നും തീരില്ല. മുഖ്യമന്ത്രിയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ അടി തീരും എന്നൊക്കെയാണ് കരുതുന്നത് എങ്കിൽ അവിടെയൊന്നും അടി അവസാനിക്കില്ല. ഈ തമ്മിലടി ഇനിയും തുടരും, മാസങ്ങളോളം നീണ്ടു നിൽക്കും. ചുരുങ്ങിയത് 6 മാസമെങ്കിലും ഈ തമ്മിലടി നടക്കും. വിവിധ ഘടകകക്ഷികൾക്ക് വകുപ്പ് നൽകണം. നേരത്തെ നൽകിയ വകുപ്പുകൾ തന്നെ നൽകുമോ, അതിൽ മാറ്റം വരുമോ എന്നതൊക്കെ അറിയാനുണ്ട്. ഘടകകക്ഷികൾ പുതിയ വകുപ്പിന് വേണ്ടിയുള്ള അവകാശവാദം ഉന്നയിക്കും. അതൊക്കെ വലിയ തലവേദനയായി ചർച്ചയായി കേരളത്തിൽ
ഒരു 6 മാസമെങ്കിലും നിൽക്കും. അതിനുശേഷം മാത്രമേ ഭരണം തുടങ്ങുകയുള്ളൂ. അതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഒരു സംശയവും വേണ്ട, ഈ UDF സർക്കാർ കേരളത്തിന് വലിയൊരു ശാപമായി മാറാൻ പോവുകയാണ്.